ഈയിടെയായിട്ട് ഓർമ്മ കുറച്ച് കുറയുന്നതായിട്ട് തോന്നാറുണ്ടോ? പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ആളുകളിൽ ചിലപ്പോൾ ഒരു 25 വയസ്സായിരിക്കും അവർക്ക് പ്രായം ഉണ്ടാവുക. പക്ഷെ അപ്പോഴും അവർക്ക് തോന്നുകയാണ്, അവരുടെ ഏജ് വെച്ചിട്ട് അവർക്ക് ഓർമ്മക്കുറവൊന്നും വരാനായിട്ടുള്ള സമയമായിട്ടില്ല. പക്ഷെ അവർക്ക് തോന്നുകയാണ് ഇനി എന്തെങ്കിലും എൻ്റെ ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ, എനിക്ക് ഡിമെൻഷ്യ വരികയാണോ എന്നൊക്കെ അവർ സംശയത്തോടുകൂടി ചോദിക്കാറുണ്ട്. അവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു 1-2 ആഴ്ച ഒരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു ഓർമ്മക്കുറവ്, അവരൊരു കൺഫ്യൂഷൻ തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ കുറയുന്നതായിട്ട് അവർ പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഡിമെൻഷ്യ എന്ന് കരുതി വിചാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം, ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ, എന്താണ് ഇത്രയും നിസ്സാര കാര്യങ്ങൾ വരെ ഞാൻ മറക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ നമ്മൾ പലപ്പോഴും സ്ട്രെസ് ഉള്ള സമയത്ത് ഒത്തിരി ഓവർ തിങ്ക് ചെയ്യും. എല്ലാ ആസ്പെക്ട്സിനെ പറ്റി നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ വിട്ടുപോയിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി ആ സമയം ആലോചിച്ച് പോകുന്നൊരവസ്ഥ. നമ്മൾ എവിടെയാണ് നമ്മുടെ മനസ്സ്? അപ്പം അങ്ങനെ വരുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പോലും നമ്മൾ വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു മറവി വരുന്നതായിട്ടോ, ശ്രദ്ധ വിട്ടു പോകുന്നതായിട്ടോ, കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ടോ ഒക്കെ ആൾക്കാർ അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട്. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ സമയങ്ങളിൽ ചെയ്യേണ്ടത്. നമുക്ക് ഡിമെൻഷ്യ ഇല്ലയെന്ന് ഉറപ്പാക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ നമുക്കുണ്ട്, അത് നമുക്ക് ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്യാം. ഉദാഹരണത്തിന് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ മസിൽ റിലാക്സേഷൻ എക്സസൈസുകളുണ്ട്, അത് ചെയ്യാം. ഗൈഡഡ് ഇമേജറി പോലെ നമ്മളൊരു സ്ക്രിപ്റ്റ് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. സ്ക്രിപ്റ്റുകൾ നമുക്ക് കേട്ടുകൊണ്ട് ഒരു ഗൈഡൻസ് നമുക്ക് തരുന്നു. നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. ഇതുപോലെ ചെയ്യാം. ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് ചെയ്യാം. നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ ഈ ചിന്തകൾ നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാം. ഉദാഹരണത്തിന് ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ അനാവശ്യമായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ സമാധാനം കളയുന്ന ഒരവസ്ഥ നമുക്ക് കുറയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മൾ ഡിമെൻഷ്യ ആണെന്ന് പലപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സ്ട്രെസ്സ് കൊണ്ടുള്ളതായിരിക്കും. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക.